ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കിൻഡർ ജോയ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. പാല് ബട്ടർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരോട്ടോ മാരിലൈറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലത്തെ അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ്. പിന്നെ വേണ്ടത് നുറുക്ക് ഗോതമ്പ്, ഇത് കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ മൈദപ്പൊടി, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ വേണ്ടത് 1/4 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വാനില എസൻസ്, ഒരു 2 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കുറച്ച് വെള്ളം. നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇനി ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ സെയിം ജാറിലേക്ക് തന്നെ ഞാൻ നുറുക്ക് ഗോതമ്പ്, ഇത് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ നുറുക്ക് ഗോതമ്പ് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി, 2 ടീസ്പൂൺ മൈദപ്പൊടി ഉണ്ടാവും, അതും ചേർത്തു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വാനില എസൻസ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പകുതി ചേർക്കുന്നുള്ളൂ കേട്ടോ, പകുതി ചേർക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ കട്ടകളൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് നമുക്ക് ചോക്കോ ലെയർ ഉണ്ടാക്കാൻ. ഇപ്പം നമുക്ക് ക്രീമി ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കി എടുക്കണം. ഗ്യാസ് കത്തിക്കണം. അപ്പം നമ്മുടെ കിൻഡർ ജോയിന് വേണ്ട വൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീരെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് ക്രീം റെഡി ആയത് ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലാണ്, ഫ്രീസറിൽ വെക്കേണ്ടത്. ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ്. ആ സെയിം പാത്രത്തിലേക്ക് തന്നെ നേരത്തെ നമ്മൾ പകുതി മാറ്റി വെച്ചായിരുന്നു, അത് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോക്കോ പൗഡർ ചേർക്കുക. ഒരു 1/4 കപ്പ് ഉണ്ടാവും, അത് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് തീയിൽ വയ്ക്കുകയാണ്. ഗ്യാസ് കത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്രീമും നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇതൊന്ന് ഒഴിച്ചെടുക്കുക. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്താലും മതി. കോക്കോ പൗഡർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഡയറി മിൽക്ക് ചേർത്താലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം മുഴുവനായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുട്ടിയിട്ട് റോൾ ചെയ്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ മുഴുവൻ ചോക്കോ ബോൾസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് 2 ബിസ്ക്കറ്റ് ഉണ്ടാവും, അതൊന്ന് പൊടിച്ചെടുത്തത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഓരോ ചോക്കോ ബോൾസും ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുഴുവൻ ചോക്കോ ബോൾസ് ഞാൻ ബിസ്ക്കറ്റ് പൗഡറിൽ
മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അറിയാമല്ലോ കിൻഡർ ജോയ് നമുക്കൊരു ബൗളിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ പേപ്പർ കപ്പ് ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പേപ്പർ കപ്പിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂടാം. ഇതെല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കുന്ന ടോയ്സിൽ ഇങ്ങനെ ചെറിയ പാത്രങ്ങളുണ്ടാവും, ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം വൈറ്റ് ക്രീം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് കുറച്ച് ക്രീം ഇടാണ്. നമുക്കിതിലേക്ക് നമ്മുടെ 2 ചോക്കോ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഹോം മെയ്ഡ് കിൻഡർ ജോയ് ആണ്. എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് അപ്പോൾ മൊത്തം സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് കിൻഡർ ജോയ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരും. താങ്ക് യു.